ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്കുള്ള ഭരണ പ്രതിപക്ഷാംഗങ്ങളുടെ ചർച്ച സമവായത്തിലെത്താതായതോടെയാണ് ഇരുമുന്നണികളും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുന്നത്. NDA സ്ഥാനാർത്ഥിയായി ഓം ബിർളയും ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കൊടിക്കുന്നിൽ സുരേഷും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇതോടെയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തിന് വേണ്ടി മത്സരം നടക്കാൻ പോകുന്നത്. സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം ഒഴിവാക്കണമെന്നും ഓം ബിർളയെ പിന്തുണയ്ക്കണമെന്നും പ്രതിപക്ഷത്തോട് BJP ആവശ്യപ്പെട്ടു. എന്നാൽ BJPയിൽ നിന്നുള്ള പ്രതിനിധി സ്പീക്കറാകുന്നതിൽ ഇന്ത്യ മുന്നണി ആദ്യം മുതലേ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഓം ബിർള 17ാം ലോക്സഭാ കാലയളവിൽ അംഗങ്ങളെ കൂട്ടത്തോടെ പുറത്താക്കിയതുൾപ്പെടെ പ്രതിപക്ഷത്തോട് കടുത്ത നിലപാട് സ്വീകരിച്ച വ്യക്തിയായിരുന്നു. അതും ഇന്ത്യ മുന്നണിയുടെ എതിർപ്പിന് കാരണമായി. എന്നാൽ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ സമവായം തേടി പ്രതിപക്ഷവുമായി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗും കിരൺ റിജിജുവും ചർച്ച നടത്തിയിരുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകിയാൽ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ വിട്ടുവീഴ്ച നടത്താമെന്ന നിലപാടിലായിരുന്നു ഇന്ത്യ മുന്നണി. NDAയിൽ വിഷയം ചർച്ച ചെയ്ത ശേഷം അറിയിക്കാമെന്നായിരുന്നു രാജ്നാഥ് സിംഗ് മറുപടി പറഞ്ഞിരുന്നത്. ഇതിൽ കൃത്യമായി മറുപടി ലഭിക്കാതായതോടെയാണ് ഇന്ന് ഉച്ചയ്ക്ക് ലോക്സഭാ സ്പീക്കർ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള മത്സരത്തിന് കൊടിക്കുന്നിൽ സുരേഷ് പത്രിക സമർപ്പിച്ചത്. അതേസമയം രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നുള്ള MP-യായ ഓം ബിർളയുടെ പേരാണ് NDA മുന്നണിയുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയായി BJP മുന്നോട്ട് വയ്ക്കുന്നത്. 17ാം ലോക്സഭയിലും സ്പീക്കറായിരുന്ന ഓം ബിർളയുടെ രണ്ടാം വരവാണിത്. നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുക. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.